Good evening, everyone. നമുക്കിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യാം. നമുക്കിപ്പോൾ എക്സാമിന്റെ ഡേറ്റുകൾ എടുത്ത് തുടങ്ങി. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ വൈസ് ആയിട്ട് അന്ന് കുറേ പേരൊക്കെ കമന്റ് ചെയ്തിരുന്നു. ക്വസ്റ്റ്യൻസുകൾ വിത്ത് ആൻസേഴ്സ് ഓൾസോ ഡിസ്കസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു 10-15 ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സ് ഓപ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നമുക്ക് നോക്കാം ഇന്നത്തെ ഈ സെക്ഷനിൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, dash phase is often the most challenging phase for a project manager, as the project manager is often required to make educated guesses about the team members, resources required for all the activities, and the schedule and budget needed to complete the project. അപ്പോൾ ഇതിലേത് ഫേസിലാണ് മോസ്റ്റ് ചലഞ്ചിങ് ഫേസ് എന്ന് പറയുന്നത് പ്രോജക്ട് മാനേജറെ സംബന്ധിച്ച്? അതുപോലെ തന്നെ പ്രോജക്ട് മാനേജർ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗസ് വർക്ക് നടത്തേണ്ട ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഇതിലേതാണ്? ഒരു പ്രോജക്ട് മാനേജ്മെന്റ് ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകളാണ് പ്രോജക്റ്റ് പ്ലാനിങ്, പ്രോജക്റ്റ് ഇനീഷ്യേഷൻ, പ്രോജക്റ്റ് നെഗോഷിയേഷൻ, പ്രോജക്റ്റ് എക്സിക്യൂഷൻ. ഓക്കെ, ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, പ്രോജക്റ്റ് പ്ലാനിങ് ആണ്. അപ്പൊ കുറച്ച് പേരൊക്കെ അന്ന് ഡൗട്ട് ചോദിച്ചിരുന്നു, പ്രോജക്റ്റ് പ്ലാനിങ്ങും പ്രോജക്റ്റ് ഇനീഷ്യേഷനും ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്താണ് പ്രോജക്റ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് പ്രോജക്റ്റ് പ്ലാനിങ്ങിൽ വരുന്നത്? അതായത് പ്രോജക്റ്റ് മാനേജ്മെന്റിന്റെ ഒരു ഫേസ് ആണ് പ്രോജക്റ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. അതില് എന്താണ് മെയിൻ ആയിട്ട് ഡിറ്റർമൈൻ ചെയ്യുന്നത്? അതായത് ആക്ച്വൽ സ്റ്റെപ്സ് ടു കംപ്ലീറ്റ് എ പെർട്ടിക്കുലർ പ്രോജക്റ്റ്. നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്, അല്ലെ, എന്തൊക്കെ സ്റ്റെപ്സുകൾ മുന്നോട്ട് വെക്കേണ്ടതുണ്ട് എന്നുള്ളത് തീരുമാനിക്കുന്നതാണ് പ്രോജക്റ്റ് പ്ലാനിങ്. അപ്പൊ അതൊരു എന്താ പറയുന്നത്, സിമ്പിൾ ആയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള ഒരു ജോബ് അല്ല പ്രോജക്റ്റ് പ്ലാനിങ്. അതുകൊണ്ടാണ് മോസ്റ്റ് ചലഞ്ചിങ് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിലൂടെ തന്നെ പ്രോജക്റ്റ് പ്ലാനിങ്ങിലെ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ മുൻകൂട്ടി ഡിറ്റർമൈൻ ചെയ്യുന്നത്? എന്തൊക്കെയായിരിക്കും? അതായത് ടൈം ലൈൻസ്, ലേ ഔട്ട് ദി ടൈം ലൈൻസ്, അല്ലെ, ടൈം ലൈൻസ് ലേ ഔട്ട് ചെയ്യുന്നുണ്ട്. ബഡ്ജറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്, എസ്റ്റാബ്ലിഷിംഗ് ബഡ്ജറ്റ്സ്. എന്താണെന്നറിയാലോ ബഡ്ജറ്റ് എന്നുള്ളതൊക്കെ. പിന്നെ എന്തൊക്കെയാണ്? സെറ്റിംഗ് മൈൽ സ്റ്റോൺസ്, എന്താണ് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത്? റിസ്കുകൾ അസസ് ചെയ്യാം, പ്രോജക്റ്റിൽ ഉണ്ടാവുന്ന റിസ്കുകൾ, അതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നത്. പിന്നെ ടീം മെമ്പേഴ്സിന് അവർക്ക് കൊടുക്കേണ്ട ടാസ്കുകൾ അസൈൻ ചെയ്യുക. ഇതൊക്കെയാണ് പ്രോജക്റ്റ് പ്ലാനിങ്ങിൽ വരുന്ന കാര്യങ്ങൾ. ക്ലിയർ ആണല്ലോ? അപ്പൊ പ്രോജക്റ്റ് പ്ലാനിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫേസ് ഓഫ് പ്രോജക്റ്റ് മാനേജ്മെന്റ്. മെയിൻ ആയിട്ട് എന്താണ് പ്രോജക്റ്റ് പ്ലാനിങ്ങിൽ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്? ആക്ച്വൽ സ്റ്റെപ്സ് ടു കംപ്ലീറ്റ് ദി പെർട്ടിക്കുലർ പ്രോജക്റ്റ്, അല്ലെ, എന്തൊക്കെ സ്റ്റെപ്സുകൾ കംപ്ലീറ്റ് ആവണം. കൂടാതെ എന്തായിരിക്കും ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത്? എന്താണ്? ലേയിങ് ഔട്ട് ദി ടൈം ലൈൻസ്, പിന്നെന്താണ്? എസ്റ്റാബ്ലിഷിംഗ് ദി ബഡ്ജറ്റ്, അസൈനിങ് ദി ടാസ്ക് ടു ടീം മെമ്പേഴ്സ്, അസസിംഗ് ദി റിസ്ക്, സെറ്റിംഗ് മൈൽ സ്റ്റോൺസ്. ഇതൊക്കെയാണ് പ്രോജക്റ്റ് പ്ലാനിങ്ങിൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, രണ്ടാമത് പറയുന്നത് പ്രോജക്റ്റ് ഇനീഷ്യേഷൻ. എന്താ പ്രോജക്റ്റ് ഇനീഷ്യേഷൻ എന്ന് പറയുന്നത്? പ്രോജക്റ്റ് പ്ലാനിങ്ങിന് മുൻപുള്ളതാണ്. അതായത് ഒരു പ്രോജക്റ്റ് മാനേജ്മെന്റില് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോജക്റ്റ് ഇനീഷ്യേഷൻ ആണ്. അതായത് ഒരു പ്രോജക്റ്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിൾ നമ്മൾ പറയുന്നുണ്ടല്ലോ, അതിൽ ആദ്യത്തെ സ്റ്റേജ് വരുന്നതാണ് പ്രോജക്റ്റ് ഇനീഷ്യേഷൻ. എന്താ പ്രോജക്റ്റ് ഇനീഷ്യേഷൻ എന്ന് പറയുന്നത്? അതായത് ഒരു കമ്പനി തീരുമാനിക്കുകയാണ് ഈ പ്രോജക്റ്റ് വേണോ വേണ്ടയോ എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുന്നതാണ് എന്തെന്ന് പറയുന്നത് പ്രോജക്റ്റ് ഇനീഷ്യേഷൻ എന്ന് പറയുന്നത്. If the company decided, if the project is needed, അല്ലെ, വേണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ how beneficial it will be, അല്ല, ഇത് എത്രത്തോളം ബെനഫിഷ്യൽ ആണ് ഈ പ്രോജക്റ്റ് എന്നുള്ള കാര്യങ്ങൾ നോക്കുന്നതാണ് എന്ത്? പ്രോജക്റ്റ് ഇനീഷ്യേഷൻ. അപ്പൊ പ്രോജക്റ്റ് ഇനീഷ്യേഷനിൽ ഒരുപാട് സ്റ്റെപ്സുകൾ ഉണ്ട്, നമ്മൾ അതിലേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല. പക്ഷെ രണ്ട് കാര്യങ്ങൾ ബേസ് ചെയ്തുകൊണ്ടാണ് പ്രോജക്റ്റ് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഒന്ന് ബിസിനസ് കേസ്,
എന്താ ബിസിനസ് കേസുകൾ എന്ന് പറയുന്നത്? അതായത് ബിസിനസ് കേസിൽ അതായത് ഫിനാൻഷ്യൽ റിസ്കുകൾ, ഫിനാൻഷ്യൽ ഇതൊക്കെ നമ്മൾ എത്രത്തോളം വരുന്നുണ്ട് എന്നുള്ളതൊക്കെ നോക്കാം ബിസിനസ് കേസ്. ആൻഡ് ഫീസിബിലിറ്റി സ്റ്റഡി, എന്താ ഫീസിബിൾ ആണോ എന്ന് നോക്കാം. എല്ലാ ഭാഗം കൊണ്ടും നമുക്ക് ഈ പ്രോജക്റ്റ് ഫീസിബിൾ ആവോ, പഠിക്കാൻ പറ്റുമോ, പ്രോജക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഫീസിബിലിറ്റി നോക്കാം. ടെക്നിക്കൽ ഫീസിബിലിറ്റി, ഇക്കണോമിക്, ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി ഒക്കെ നോക്കുന്നത്. അപ്പൊ ഇതാണ് പ്രോജക്റ്റ് ഇനീഷ്യേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പ്രോജക്റ്റ് നെഗോഷിയേഷൻ. നെഗോഷിയേഷൻ നടത്താം. എന്തായിരിക്കും ഒരു ഡിസ്കഷൻ, പ്രോജക്റ്റ് ഡിസ്കഷൻ അല്ലെങ്കിൽ പ്രോജക്റ്റ് നെഗോഷിയേഷൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രോജക്റ്റ് നെഗോഷിയേഷനിൽ പറയുന്നത് ഇറ്റ്സ് എ ഡിസ്കഷൻ ഓർ എഗ്രിമെന്റ് ബിറ്റ്വീൻ ദി പാർട്ടീസ് ഇൻ ദി പ്രോജക്റ്റ്. നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ, അതാണ് എന്തിൽ വരുന്നത്? പ്രോജക്റ്റ് നെഗോഷിയേഷൻ എന്ന് പറയുന്നത്. അതായത് പ്രോസസ് ഓഫ് റീച്ചിങ് ആൻ എഗ്രിമെന്റ് ആണ്. അതായത് ഒരു എഗ്രിമെന്റിലേക്ക് എത്തിച്ചേരാവുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രോജക്റ്റ് നെഗോഷിയേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോ എന്താ പറയുന്നത്, ഒരുപാട് വ്യക്തികൾ ഉണ്ടാവും ഒരു പ്രോജക്റ്റില്. അപ്പൊ പല പാർട്ടീസ് ഉണ്ടാവും. അപ്പൊ ഈ പല പാർട്ടികൾക്ക് പല പല അഭിപ്രായങ്ങളായിരിക്കും. അപ്പൊ ഇവിടെ എന്താണ് എന്താ നടക്കുന്നത്? ഒരു ഡിസ്കഷൻ ആണ്. അതിലൂടെ എല്ലാവരും ഒരു കോമൺ ആയിട്ടുള്ള ഒരു എഗ്രിമെന്റിലേക്ക് എത്തിച്ചേരുന്ന ഒരു പ്രോസസ്, ദാറ്റ് ഈസ് പ്രോജക്റ്റ് നെഗോഷിയേഷൻ. ദെൻ പറയുന്നത് പ്രോജക്റ്റ് എക്സിക്യൂഷൻ. നമ്മൾ പഠിച്ചതാണ് പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുക. അതൊക്കെ എന്താണ്? ഒരു പ്രോജക്റ്റ് പ്ലാനിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വരുന്ന ഫേസ് ആണ് പ്രോജക്റ്റ് എക്സിക്യൂഷൻ, പ്രോജക്റ്റ് നടപ്പിലാക്കാം. അപ്പൊ ഇതാണ് 4 കാര്യങ്ങൾ പ്രോജക്റ്റ് പ്ലാനിങ്ങിൽ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും എന്താണ് പ്രോജക്റ്റ് പ്ലാനിങ്ങും ഇനീഷ്യേഷനും. പിന്നെ അടുത്ത ടേംസുകൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞെന്ന് മാത്രം. പ്രോജക്റ്റ് നെഗോഷിയേഷൻ എങ്ങാനും അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പർപ്പസ് ഓഫ് ദ പ്രോജക്ട് പ്ലാനിങ് ഫേസ്? അപ്പൊ നമ്മൾ പ്രോജക്ട് പ്ലാനിങ് എന്താന്ന് കണ്ടു. ഇതില് പ്രോജക്റ്റ് പ്ലാനിങ്ങില് ഫേസിൽ വരാത്ത ഒരു കാര്യം ഇതിൽ പറയുന്നുണ്ട്. ഏതാണെന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ, ഐഡന്റിഫൈ ദ മെത്തേഡ്സ് ടു ട്രാക്ക്, റിവ്യൂ ആൻഡ് റെഗുലേറ്റ് ദ പ്രോഗ്രസ് ആൻഡ് പെർഫോമൻസ് ഓഫ് ദ പ്രോജക്റ്റ്. Translate the requirements to project activity by defining the scope and creating work breakdown structure. Develop project schedule by defining and sequencing project activities and milestones and by estimating activity duration. Then develop a project charter and identify stakeholders. ഇതിൽ ഏതാണ് പ്രോജക്റ്റ് പ്ലാനിംഗ് ഫേസിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഡെവലപ്പ് എ പ്രോജക്റ്റ് ചാർട്ടർ ആൻഡ് ഐഡന്റിഫൈ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ബാക്കിയൊക്കെ പ്രോജക്റ്റ് പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ ഡെവലപ്പ് എ പ്രോജക്റ്റ് ചാർട്ടർ, എന്താണ് പ്രോജക്റ്റ് ചാർട്ടർ? അത് എവിടെ വരുന്നതാണ്? പ്രോജക്റ്റ് ഇനീഷ്യേഷൻ ഫേസിൽ വരുന്നതാണ് പ്രോജക്റ്റ് ചാർട്ടർ തയ്യാറാക്കുക എന്നുള്ളത്. പ്രോജക്റ്റ് ഇനീഷ്യേഷൻ ഫേസിലത്തെ ഒരു സ്റ്റെപ്പാണ് പ്രോജക്റ്റ് ചാർട്ടർ തയ്യാറാക്കുക. എന്താണ് പ്രോജക്റ്റ് ചാർട്ടർ എന്ന് പറയുന്നത്? അതായത് ഇതൊരു ഫോമൽ ഡോക്യുമെന്റ് ആണ്. പ്രോജക്റ്റ് ചാർട്ടർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫോമൽ ഡോക്യുമെന്റ് ആണ്. ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ കാണിക്കണം? ഒരു പ്രോജക്റ്റിന്റെ പർപ്പസ്. നമ്മളിപ്പോ ഒരു പ്രോജക്റ്റ് ഇനീഷ്യേഷൻ ഫേസ് ആണ്. അപ്പൊ ആ പ്രോജക്റ്റ് സെലക്ട് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു ഘട്ടമാണ്. അത് തെരഞ്ഞെടുക്കണോ, അപ്പൊ അതിന്റെ ബേസിൽ നമ്മൾ ബിസിനസ് കേസ് സ്റ്റഡി, ഫീസിബിലിറ്റി അതൊക്കെ നോക്കും. അപ്പോ പ്രോജക്റ്റ് ചാർട്ടർ തയ്യാറാക്കും. പ്രോജക്റ്റ് ചാർട്ടർ എന്ന് പറയുന്നത് ഒരു ഡോക്യുമെന്റ് ആണ്. അതിൽ നമ്മൾ പ്രോജക്റ്റിന്റെ പർപ്പസ്, സ്കോപ്പ്, ആരൊക്കെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുക, അതിന്റെ ഒബ്ജക്റ്റീവ്സ്, കോംപ്രഹെൻസീവ് പ്ലാൻ, ഇതൊക്കെ ഈ പ്രോജക്റ്റ് ചാർട്ടറിൽ ഉൾപ്പെടുത്തിയിരിക്കും. അപ്പൊ നമുക്കത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള, ഫ്യൂച്ചറിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണത്. അത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പ്രോജക്റ്റ് നടത്തിക്കൊണ്ട് പോകുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, ഡെവലപ്പ് എ പ്രോജക്റ്റ് ചാർട്ടർ ആൻഡ് ഐഡന്റിഫൈ സ്റ്റേക്ക് ഹോൾഡർ. അത് എവിടെ വരുന്നതാണ്? പ്രോജക്റ്റ് പ്ലാനിംഗ് ഫേസിലല്ല, പ്രോജക്റ്റ് ഇനീഷ്യേഷനിലാണ് പ്രോജക്റ്റ് ചാർട്ടർ തയ്യാറാക്കുന്നത്. ക്ലിയർ ആയല്ലോ? പ്രോജക്റ്റ് ചാർട്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഡ്യൂറിംഗ് ദി ഇനീഷ്യേഷൻ സ്റ്റേജ്. ഇറ്റ് ഈസ് എ ഫോമൽ ഡോക്യുമെന്റ് ഇൻ വിച്ച് കണ്ടെയ്ൻസ്, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? പർപ്പസ് ഓഫ് ദ പ്രോജക്റ്റ്,
the main stakeholders of the project, objective, comprehensive plan. All these are contained in the project charter. Clear ആയല്ലോ? ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. Then third one നമുക്ക് നോക്കാം. What is the primary objective of project planning for everyone involved in the project? എന്തായിരിക്കും പ്രോജക്റ്റ് പ്ലാനിങ്? അതായത് മെയിൻ ആയിട്ടുള്ള ഒരു എന്താണ് എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? ഓപ്ഷൻ എ, ടു ഡീറ്റെയിൽ ദി എക്സാക്ട് ബഡ്ജറ്റ് ആൻഡ് റിസോഴ്സ് അലോക്കേഷൻ. പ്രോജക്റ്റ് പ്ലാനിങ് ആണ് കേട്ടോ പറയുന്നത്. ടു സെറ്റ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗോൾസ്. ടു ഔട്ട്ലൈൻ ദ റോഡ് മാപ്പ് ഓഫ് വേർ ദ പ്രോജക്റ്റ് ഈസ് ഹെഡഡ് ആൻഡ് സ്ട്രാറ്റജി ടു അച്ചീവ് ഇറ്റ്. ടു ലിസ്റ്റ് ഓൾ പൊട്ടൻഷ്യൽ റിസ്ക് ആൻഡ് ചലഞ്ചസ്. പ്രോജക്റ്റ് പ്ലാനിങ്ങിന്റെ ഒബ്ജക്റ്റീവ് എന്തായിരിക്കും? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. എന്താണ്? ടു ഔട്ട്ലൈൻ ദി റോഡ് മാപ്പ് ഓഫ് വേർ ദ പ്രോജക്റ്റ് ഈസ് ഹെഡഡ് ആൻഡ് സ്ട്രാറ്റജി ടു അച്ചീവ് ഇറ്റ്. ലക്ഷ്യമാണ് പറയുന്നത്. അതായത് ഒരു പ്രോജക്റ്റില് ഇൻവോൾവ് ചെയ്യുമ്പോൾ ഇൻവോൾവ് ചെയ്യുന്നത്, അതായത് പ്രോജക്റ്റ് പ്ലാനിങ്ങിൽ ഇൻവോൾവ് ചെയ്യുന്നവര് മെയിൻ ആയിട്ട് എയിം ചെയ്യുന്നത് എന്താണ്? ഔട്ട്ലൈൻ ദ റോഡ് മാപ്പ് ഓഫ് വേർ ദ പ്രോജക്റ്റ് ഈസ് ഹെഡഡ് ആൻഡ് ദ സ്ട്രാറ്റജി അല്ലെ ടു അച്ചീവ് ഇറ്റ്. എന്തൊക്കെയാണ് സ്ട്രാറ്റജീസുകൾ അഡോപ്റ്റ് ചെയ്യേണ്ടത് അതൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ തേർഡ് വൺ ആണ് ആൻസർ വരുന്നത്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ആർ പ്രോജക്റ്റ് ഡെലിവറബിൾസ്? നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു പ്രോജക്റ്റ് ഡെലിവറബിൾസ് പറയുന്നത് എന്താണ്. ഇതിൽ എന്താണ് പ്രോജക്റ്റ് ഡെലിവറബിൾസ്? എന്താണ് പ്രോജക്റ്റ് ഡെലിവറബിൾസ്? ആ ടേം ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞു തരാം അല്ലെ. ഓൾ ദി ഔട്ട്പുട്ട്സ് അല്ലെ, നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട്സുകൾ, അതിനെയാണ് ഇതെന്ന് പറയുന്നത് പ്രോജക്റ്റ് ഡെലിവറബിൾസ് എന്ന് പറയുന്നത്. അത് ടാഞ്ചിബിൾ ആവാം, ഇൻടാഞ്ചിബിൾ ആവാം. അതിനെയാണ് പ്രോജക്റ്റ് ഡെലിവറബിൾസ് എന്ന് പറയുന്നത്. കണ്ടോ, ഇവിടെ പറയുന്നുണ്ട് ഓപ്ഷൻ എ, ബഡ്ജറ്റ് അലോക്കേഷൻ ഫോർ ഡിഫറെന്റ് ഫേസസ് ഓഫ് ദ പ്രോജക്റ്റ്. അല്ല, തീർച്ചയായിട്ടും അല്ല. ദ ലിസ്റ്റ് ഓഫ് ടീം മെമ്പേഴ്സ് ഇൻ എ പ്രോജക്റ്റ്, അതുമല്ല. റിസ്ക് ആൻഡ് ചലഞ്ചസ് അസോസിയേറ്റഡ് വിത്ത് എ പ്രോജക്റ്റ്, അതല്ല. ഓപ്ഷൻ ഡി ആണ്. എന്താണ്? tangible outcomes or specific item that must be produced for the project or project phase. അതാണ് ഇതെന്ന് പറയുന്നത് പ്രോജക്റ്റ് ഡെലിവറബിൾസ്. അല്ലെങ്കിൽ വേറെയും പറയും എന്താണ്? എനി പ്രോജക്റ്റ് റിലേറ്റഡ് ഔട്ട്പുട്ട്. ഓക്കെ, ക്ലിയർ? സബ്മിറ്റഡ് ഡ്യൂറിങ് എനി ഓഫ് ദി പ്രോജക്റ്റ് ഫേസസ്. അപ്പൊ അതിനെയാണ് ഇതെന്ന് പറയുന്നത് പ്രോജക്റ്റ് ഡെലിവറബിൾസ്. അത് ടാഞ്ചിബിൾ ആവാം, ഇൻടാഞ്ചിബിൾ ആവാം. പക്ഷെ ഇതെന്താണ്? എനി പ്രോജക്റ്റ് റിലേറ്റഡ് ഔട്ട്പുട്ട് ആണ് പ്രോജക്റ്റ് ഡെലിവറബിൾസ് എന്ന് പറയുന്നത്. സബ്മിറ്റഡ് ഡ്യൂറിങ് ദി ഡിഫറെന്റ് പ്രോജക്റ്റ് ഫേസസ്. അത് ഏത് ഫേസിലും ആവാം. ഓക്കെ, ദാറ്റ് ഈസ് പ്രോജക്റ്റ് ഡെലിവറബിൾസ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിഫ്ത് ക്വസ്റ്റ്യൻ. Ratio analysis is one of the tools employed to know the financial health of a concern. Assertion ആണ്. അതിന്റെ റീസൺ തന്നിട്ടുണ്ട്. Ratio analysis is not only the only technique available to take investment decision. എന്താണ് റേഷ്യോ അനാലിസിസ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസിന്റെ ഭാഗമായിട്ട് റേഷ്യോ അനാലിസിസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റേഷ്യോസ് അല്ലെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അനലൈസ് ചെയ്യാണ്. അപ്പൊ അതിൽ നമ്മൾ പല റേഷ്യോസ്, ലിക്വിഡിറ്റി നോക്കുന്നുണ്ട്, സോൾവൻസി പൊസിഷൻ ഓർക്കുന്നുണ്ടാവും എല്ലാവരും. റേഷ്യോസ് നോക്കുകൊണ്ട് എന്താണ് ഒരു ഫേമിന്റെ ലിക്വിഡിറ്റി പൊസിഷൻ നമുക്ക് നോക്കാം, സോൾവൻസി ഒക്കെ പൊസിഷൻസ് ഒക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ എന്താണ് നോക്കുന്നത്? കണ്ടോ, റേഷ്യോ അനാലിസിസ് ഈസ് വൺ ഓഫ് ദ ടൂൾസ് എംപ്ലോയ്ഡ് ടു നോ ദ ഫിനാൻഷ്യൽ ഹെൽത്ത് ഓഫ് എ കൺസേൺ. അത് വളരെ കറക്റ്റ് ആണ്. Then it is not only the technique available to take investment decision. കറക്റ്റ് അല്ലേ? അല്ലെ, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ മാത്രമല്ല നമുക്ക് എടുക്കാനായിട്ട് റേഷ്യോ അനാലിസിസിലൂടെ സാധിക്കും. അപ്പൊ ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസർഷൻ. അല്ലെ, റീസൺ എന്ന് പറയുന്നത് ഒരു കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് എന്തിന്റെ? ആറിന്റെ. ഓക്കെ, clear? Then next question. Sixth question നമുക്ക് നോക്കാം. Sample design involves the following.
നമുക്കറിയാം നമ്മൾ പഠിച്ചു എന്താണ് സാമ്പിൾ ഡിസൈൻ അല്ലെ, ഡിസൈൻ ചെയ്യുക സാമ്പിൾ. നമ്മൾ പഠിച്ചു എന്താണ് സാമ്പിളിംഗ് എന്നുള്ളത്. ഒരു സാമ്പിളിനെ ചൂസ് ചെയ്യാണ് സാമ്പിളിങ്ങിലൂടെ. അപ്പൊ സാമ്പിൾ ഡിസൈൻ നമ്മൾ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഇൻവോൾവ് ചെയ്യുന്നു, അതിന്റെ ഒരു ഓർഡർ അനുസരിച്ച് ഇതൊക്കെ അതിൽ ഇൻവോൾവ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സാമ്പിളിംഗ് യൂണിറ്റ്, സൈസ് ഓഫ് സാമ്പിൾ, ടൈപ്പ് ഓഫ് യൂണിവേഴ്സ്, സാമ്പിളിംഗ് പ്രൊസീജിയർ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സീക്വൻസ് ഈസ് കറക്റ്റ്? ഇതിൽ ഏത് സീക്വൻസ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് സാമ്പിൾ ഡിസൈൻ? ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ് എന്ത് റൈറ്റ് സീക്വൻസ്. നോക്കാം നമുക്ക് എന്താണ് ഓപ്ഷൻ സി. ആദ്യം തേർഡ് വൺ ടൈപ്പ് ഓഫ് യൂണിവേഴ്സ് അല്ലെ ഫസ്റ്റ് പറയുന്നത്. സെക്കൻഡ് പറയുന്നത് അതിൽ നിന്ന് സാമ്പിളിംഗ് യൂണിറ്റ്. ദെൻ ഫോർത്ത് വൺ സാമ്പിളിംഗ് പ്രൊസീജിയർ. ദെൻ സൈസ് ഓഫ് ദി സാമ്പിൾ. ഇതെന്താണെന്ന് അറിയാലോ, സാമ്പിളിംഗ് യൂണിറ്റ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകളാണ്. അറിയാം ടൈപ്പ് ഓഫ് യൂണിവേഴ്സ് അല്ലെ, ഏതാണ് നമ്മൾ എടുക്കുന്ന പോപ്പുലേഷൻ. ദെൻ അടുത്തത് എന്താണ് സാമ്പിളിംഗ് യൂണിറ്റ്, അതിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന പെർട്ടിക്കുലർ ഇപ്പൊ വ്യക്തികളാണെങ്കിൽ, ഇപ്പോ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ പോപ്പുലേഷൻസ് എടുക്കുന്നത് കേരളത്തിലുള്ള ജനങ്ങളെയാണെങ്കിൽ അതിൽ ഏതാണ് നമ്മൾ ടീനേജേഴ്സിനെയാണോ അഡൽട്സിനെയാണോ അല്ലെങ്കിൽ കുട്ടികളെയാണോ ചിൽഡ്രൻസിനെയാണോ എന്താണ് എന്നുള്ളത്. ദെൻ സാമ്പിളിംഗ് പ്രൊസീജിയർ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ദെൻ സൈസ് ഓഫ് സാമ്പിൾ, എത്ര പേരെ നമ്മൾ ലാർജ് വേണോ സ്മോൾ സൈസ് വേണോ എന്നുള്ളതൊക്കെ. ഇതാണ് ഒരു സാമ്പിൾ ഡിസൈനിൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 7. Which method does not consider the time value of money? നമ്മൾ പല മെത്തേഡുകൾ പഠിച്ചിരുന്നു ഇല്ലേ? എന്താണ് ടൈം പേ ബാക്ക് പീരീഡ് മെത്തേഡ്, ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്, നെറ്റ് പ്രസന്റ് വാല്യൂ, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ, പ്രോഫിറ്റബിലിറ്റി മെത്തേഡ് ഒക്കെ പഠിച്ചിരുന്നു. ഇനി അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. കഴിഞ്ഞ ക്ലാസ്സിലും കഴിഞ്ഞ സെക്ഷനിൽ ഞാൻ പറഞ്ഞിരുന്നു എന്താണ് നെറ്റ് പ്രസന്റ് വാല്യൂ, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ, ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ, പ്രോഫിറ്റബിലിറ്റി എന്നുള്ളതൊക്കെ. ഓക്കെ. അപ്പൊ ഇതില് 4 മെത്തേഡുകൾ തന്നിട്ടുണ്ട്. ഇതിൽ ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യാത്ത മെത്തേഡ് ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലെ, ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ. ഇത് ട്രഡീഷണൽ മെത്തേഡ്സ് ആണ്. ട്രഡീഷണൽ മെത്തേഡിൽ പറയുന്നത് പേ ബാക്ക് പീരീഡ് മെത്തേഡും ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡുമാണ്. അതായത് ഇപ്പൊ ഒരു പ്രോജക്റ്റില് നമ്മളിപ്പോ ഒരു പ്രോജക്റ്റിന്റെ നമ്മളിപ്പോ ഇൻവെസ്റ്റ്മെന്റ് അല്ലെ, നമ്മളിപ്പോ ഇൻവെസ്റ്റ്മെന്റ് റീകൂപ്പ് ചെയ്യാനായിട്ട് എടുക്കുന്ന ടൈം അല്ലെ, എത്രത്തോളം അത് പ്രോഫിറ്റബിൾ ആണോ എന്നുള്ളതൊക്കെ നോക്കുന്നത്. ആ മെത്തേഡുകളിൽ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുമ്പോൾ അവിടെ എന്താ പ്രത്യേകത? അത് ടൈം വാല്യൂ കൺസിഡർ ചെയ്യുന്നില്ല. എത്ര ഇന്നത്തെ വാല്യൂ അനുസരിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. പക്ഷെ നെറ്റ് പ്രസന്റ് വാല്യൂലും ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ, പ്രോഫിറ്റബിലിറ്റി മെത്തേഡിലൊക്കെ ടൈം വാല്യൂവിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് അല്ലെ, പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് മറ്റ് 3 മെത്തേഡുകളിൽ എന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റബിലിറ്റി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇത് എന്താണ്, ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ് ടൈം വാല്യൂ കൺസിഡർ ചെയ്യാത്തത്. ഓക്കെ. Then question number 8. Assertion. Management is a continuous process. Reason. Managers first plan, then organize and finally perform the functions of control. നമ്മൾ പഠിച്ചു മാനേജ്മെന്റ് എന്താണെന്നുള്ളത്. ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ദി എഫേർട്ട് ഓഫ് അതേഴ്സ്. മാനേജ്മെന്റിന്റെ ഫങ്ഷൻസുകൾ നമ്മൾ നോക്കി അല്ലെ, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിങ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്, മാനേജ്മെന്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ആണ് അല്ലെ. നമ്മളൊക്കെ എപ്പോഴും മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിന് പ്രാധാന്യമുണ്ട്, എവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും. അല്ലാണ്ട് അവരെ ചെയ്ത് കഴിഞ്ഞാൽ അതോടുകൂടി അവസാനിക്കുന്നില്ല. അപ്പൊ ഇത് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ദെൻ റീസൺ ഈസ് ഓൾസോ മെൻഷൻ. എന്താണ്, മാനേജേഴ്സ് ഫസ്റ്റ് പ്ലാൻ അല്ലെ, ആദ്യം പ്ലാൻ ചെയ്യുന്നു, ദെൻ ഓർഗനൈസ് ചെയ്യുന്നു, അവസാനം എന്താ ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നു. അപ്പൊ ഇത് രണ്ടും കറക്റ്റ് ആണ് അല്ലെ. അപ്പൊ എന്താ പറയുന്നത്, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. കണ്ടോ? അതായത് ഇതുകൊണ്ടാണ് ഇത് കണ്ടിന്യൂസ് പ്രോസസ് എന്ന് പറയുന്നത്. മാനേജ്മെന്റ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, പ്ലാൻ ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്യുന്നു അല്ലെ, ആവശ്യത്തിന് ഡയറക്ഷൻസ്, മോട്ടിവേഷൻസ്, കൺട്രോൾ ചെയ്യുന്നു, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. സോ ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ് ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഓക്കെ.
Clear? That means reason and assertion. Option A ആണ് right answer. Clear? Then, who has given 14 principles of management? നമ്മൾ 14 പ്രിൻസിപ്പിൾസ് ഡിസ്കസ് ചെയ്തിരുന്നു. ഇതിൽ ആരാണ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ചത്? FW ടൈലർ, ഫ്ലെമിംഗ്, ഹെൻറി ഫയോൾ, ബെർണാർഡ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ അല്ലെ, ഹെൻറി ഫയോൾ. അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് ഫയോൾസ് 14 പ്രിൻസിപ്പിൾസ്. ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഫയോൾസ് 14 പ്രിൻസിപ്പിൾസ് ഓർക്കുന്നുണ്ടോ? ഫയോൾസ് 14 പ്രിൻസിപ്പിൾസ് ഒരുപാടുണ്ട്. നമുക്ക് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ നോക്കാം. എക്സ്പിരിറ്റ്, ഡീകോപ്സ് ഒക്കെ ഓർമ്മ വരും. യൂണിയൻ സ്ട്രെങ്ത്, ഓർഡർ, ഈക്വിറ്റി, ഡിവിഷൻ ഓഫ് വർക്ക്, അങ്ങനെ ഒരുപാടുണ്ട് 14 പ്രിൻസിപ്പിൾസ്. പിന്നെ ഏതൊക്കെയാണ്? യൂണിറ്റി, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം ഡിസ്കസ്. കമാൻഡ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്ലാസ്സുകൾ കാണുക, ഒരുപാടുണ്ട്. 14 പ്രിൻസിപ്പിൾസ് ഫയോള് അല്ലെ, മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യേണ്ട തത്വങ്ങൾ അക്കോർഡിംഗ് ടു ഫയോൾ. ഓക്കെ, അപ്പൊ ഹെൻറി ഫയോൾ ആണ്. അപ്പൊ ടൈലർ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ടൈലർ ഫാദർ ഓഫ് എന്താണ്? സയന്റിഫിക് മാനേജ്മെന്റ് ആണ് ആര്? ടൈലർ അറിയപ്പെടുന്നത് ഫാദർ ഓഫ്. അതുപോലെ തന്നെ സയന്റിഫിക് മാനേജ്മെന്റ് തിയറീസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് FW ടൈലർ ആണ്. ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്നുള്ളതൊക്കെ. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 10. വാട്ട് ഡസ് എ ഹൈ പേ ഔട്ട് റേഷ്യോ ഇൻഡിക്കേറ്റ്? എന്താണ് ഹൈ പേ ഔട്ട് റേഷ്യോ? നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു പേ ഔട്ട് റേഷ്യോ എന്താണെന്നൊക്കെ. അപ്പൊ വീണ്ടും ഇനി പറയുന്നില്ല. അപ്പൊ ഇതില് ഹൈ പേ ഔട്ട് റേഷ്യോ എന്നുകൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഹൈ ഏർണിംഗ് പെർ ഷെയർ, the management is not plowing back enough profit, the management is plowing back profit, company is earning high profit. ഇതിൽ ഏതാണ് ഹൈ പേ ഔട്ട് റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? എന്തായിരിക്കും? ഓപ്ഷൻ ബി ആണ്. മാനേജ്മെന്റ് ഈസ് നോട്ട് പ്ലവിംഗ് ബാക്ക് ഇനഫ് പ്രോഫിറ്റ് അല്ലെ, പ്രോഫിറ്റ് ഇനഫ്. അതുകൊണ്ടാണ് നമുക്ക് ഹൈ പേ ഔട്ട് റേഷ്യോ കൊടുക്കാൻ പറ്റുന്നത് അല്ലെ. അധികം പ്ലവിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്ന പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെക്കുക അല്ലെ, നമ്മൾ കരുതി വെക്കുക പ്രോഫിറ്റിൽ നിന്ന്. പക്ഷെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹൈ പേ ഔട്ട് കൊടുക്കാൻ പറ്റുമോ? ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ, ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഹൈ പേ ഔട്ട് റേഷ്യോ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? പ്ലവിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് കുറവായിരിക്കും. ഓക്കെ, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 11. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വിൽ നോട്ട് എഫക്ട് ദി വർക്കിംഗ് ക്യാപിറ്റൽ? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വിൽ നോട്ട്, എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് ഞാൻ ഇവിടെ നിന്ന് കാണിക്കാം. കറണ്ട് അസെറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റി. അറിയാമല്ലോ എന്തൊക്കെയാണ് കറണ്ട് അസെറ്റ്സ് അല്ലെ, കറണ്ട് ലയബിലിറ്റി. അപ്പൊ ഇതിൽ വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്ട് ചെയ്യാത്ത ഒരെണ്ണം ഉണ്ട്, അതെന്താണ് നോക്കാം. ഫസ്റ്റ് വൺ, സെയിൽ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻ ക്യാഷ്. അപ്പോ എന്താ പറയുന്നത്? എന്തായിരിക്കും? സെയിൽ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻ ക്യാഷ് ആണ്. സെയിൽ ചെയ്തു, പ്ലാന്റ് ആൻഡ് മെഷീനറി, ക്യാഷ് വന്നു. ക്യാഷ് എന്താണ്? ഒരു കറണ്ട് അസെറ്റ് ആണ്. അപ്പൊ കറണ്ട് അസെറ്റ് കൂടും, അപ്പൊ അത് വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്ട് ചെയ്യും. റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അല്ലെ, ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യാണ്, കൊടുക്കുകയാണ്. അപ്പൊ എന്താണ്? പൈസ പോവാണ്. അപ്പൊ കറണ്ട് അസെറ്റ്സ്, ക്യാഷ് കുറയും, അപ്പൊ കറണ്ട് അസെറ്റ്സിനെ എഫക്ട് ചെയ്യും. ഇഷ്യൂ ഓഫ് ഈക്വിറ്റി ഷെയർസ്, ഫോർത്ത് വൺ പറയുന്നത്. അപ്പൊ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും അല്ലെ? ഫണ്ട് റേസ് ചെയ്യാം അല്ലെ, ക്യാഷ് കൂടും. അപ്പൊ അതും വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്ട് ചെയ്യും. പക്ഷെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. റിയലൈസേഷൻ ഓഫ് ക്യാഷ് ഫ്രം ഡെപ്റ്റേഴ്സ്, അത് വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്ട് ചെയ്യില്ല. എന്താണ് ക്യാഷ് ഫ്രം ഡെപ്റ്റേഴ്സ്? റിയലൈസേഷൻ ഓഫ് ക്യാഷ് ഫ്രം ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ
ഡെപ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്നും ക്യാഷ് കിട്ടി, നമുക്ക് തരാനുള്ളവരാണ്, അവരുടെ കയ്യിൽ നിന്നും ക്യാഷ് വന്നു. അപ്പൊ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു കറണ്ട് അസറ്റ് ആണ്. അപ്പൊ അവര് തരാനുള്ളത് തന്നു കഴിയുമ്പോൾ ഡെപ്റ്റേഴ്സ് ഇല്ലാണ്ടാവും, ക്യാഷ് അതിന് പകരം വന്നു അല്ലെ. അപ്പൊ ആ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് അവിടെ. ക്യാഷ് വന്നു പക്ഷെ ഡെപ്റ്റേഴ്സിന്റെ ഇല്ലല്ലോ. പക്ഷെ അത് കറണ്ട് അസറ്റിനെ എഫക്ട് ചെയ്യില്ല. നമ്മൾ ക്യാഷ് വന്നു എന്ന് കാണുമ്പോൾ അത് കറണ്ട് അസറ്റിനെ എഫക്ട് ചെയ്യുന്ന അസ്യൂം ചെയ്യും, ഒരിക്കലും ഇല്ല. പക്ഷെ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് വേറൊരു കറണ്ട് അസറ്റ് ആണ്. അപ്പൊ അതില്ലാതായി അല്ലെ. അപ്പൊ കറസ്പോണ്ടിങ് ആണ് അതിന്. അപ്പൊ അതുകൊണ്ട് ഇറ്റ് ഡസ് നോട്ട് എഫക്ട് ദി വർക്കിംഗ് ക്യാപിറ്റൽ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ അത് വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്ട് ചെയ്യില്ല. ഓക്കെ. Okay. Next question. Question number 12. Who propounded the theory set? കേട്ടുണ്ടാവും, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ബട്ട് തിയറി സെറ്റ് എന്ന് പറയുന്നത് ഒരു മാനേജ്മെന്റ് തിയറി ആണ്. മാനേജ്മെന്റ് തിയറി ആണ്, അതായത് ഒരു മാനേജ്മെന്റിന്റെ ഒരു സിഗ്നിഫിക്കന്റ് കോൺട്രിബ്യൂഷൻ ആണ് സെറ്റ് തിയറി. ഇത് ആരാണ് കൊണ്ടുവന്നത്? സെറ്റ് തിയറി മുന്നോട്ട് വെച്ചത് ആരാണ്? ജോസഫ് എച്ച് ജുറാരോ, ഡഗ്ലസ് മാക്ഗ്രിഗർ, പീറ്റർ എഫ് ട്രക്കർ, വില്യം ഓച്ചി. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. വില്യം ഔച്ചിയാണ് തിയറി സെറ്റ് എന്ന് പറയുന്ന ആ കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ചത്. മാനേജ്മെന്റ് ഉള്ള ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് തിയറി സെറ്റ്. എന്താണ് തിയറി സെറ്റിൽ പറയുന്നത് അറിയാവോ? തിയറി സെറ്റ് അതായത് ഒരു മോട്ടിവേഷൻ തിയറി കൂടിയാണ് അത് അല്ലെ. എന്താണ് ഇതിൽ പറയുന്നത്? തിയറി സെറ്റിന് മെയിൻ ആയിട്ട് പ്രാധാന്യം കൊടുക്കുന്നത് എംപ്ലോയി പാർട്ടിസിപ്പേഷൻ ആണ്. അതായത് വില്യം ഔച്ചി പറയുന്നത് ഏതൊരു കാര്യത്തിലും നമ്മൾ ആരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കണം? മാനേജ്മെന്റ്, എംപ്ലോയി പാർട്ടിസിപ്പേഷൻ, ഹൈ എംപ്ലോയി പാർട്ടിസിപ്പേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നാമത്തെ ഒരു കോൺസെപ്റ്റ് ആണ് തിയറി സെറ്റില് സ്ട്രെസ് കൊടുക്കുന്നത്. ഹൈ എംപ്ലോയി പാർട്ടിസിപ്പേഷൻ, എല്ലാ കാര്യങ്ങളിലും എംപ്ലോയി പാർട്ടിസിപ്പേഷൻ നമ്മൾ പിക്ക് ചെയ്യണം. രണ്ടാമത്തെ തിയറി സെറ്റിൽ പറയുന്ന വേറൊരു കാര്യമാണ് പറയുന്നത് ലോങ് ടേം എംപ്ലോയ്മെന്റ്. ഇങ്ങനെ ലോങ് ടേം എംപ്ലോയ്മെന്റ് കൊടുക്കാൻ പറ്റുന്നത് അല്ലെ. അതുകൊണ്ട് എന്താ ബെനിഫിറ്റ്? ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവും അല്ലെ. അപ്പൊ ഒരു എംപ്ലോയിക്ക് നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അവിടുത്തെ കാര്യങ്ങൾ പഠിക്കാനോ അറിയാനോ ഒക്കെ സാധിക്കും. ദെൻ മൂന്നാമത് പറയുന്നതാണ് കൊളാബറേറ്റീവ് ഡിസിഷൻ മേക്കിംഗ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് എല്ലാത്തിലും അല്ലെ മെയിൻ ആയിട്ട് സ്ട്രെസ് കൊടുക്കേണ്ട കാര്യം എന്താണ്? എംപ്ലോയീസ് എല്ലാവരും കൂടി ചേർന്നുള്ള ഒരു അല്ലെ അഭിപ്രായങ്ങൾ ചോദിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ഡിസിഷൻസ് എടുക്കണം. നാലാമത് പറയുന്നത് ഗിവ് മോർ ഇമ്പോർട്ടൻസ് ഫിസിക്കൽ, സോഷ്യൽ ആൻഡ് ഇമോഷണൽ വെൽബീയിങ് ഓഫ് ദി എംപ്ലോയീസ്. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് തിയറി സെറ്റ് എന്ന് പറയുന്നത് വില്യം ഔച്ചി പറയുന്ന കാര്യങ്ങൾ. വെറുതെ അറിഞ്ഞിരിക്കുക. അതൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല എന്നുള്ളത് വേണ്ട. തിയറി സെറ്റ് അല്ലെ. എക്സും വൈ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മോട്ടിവേഷൻ തിയറി, ഡഗ്ലസ് മാക്ഗ്രിഗേഴ്സിന്റെ തിയറി എക്സ് വൈ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദെൻ തിയറി സെറ്റിൽ പറയുന്നതാണ് എന്താണ്? മോട്ടിവേഷൻ തിയറി അല്ലെങ്കിൽ മാനേജ്മെന്റ് തിയറി ആണ്. അവിടെ 4 കാര്യങ്ങളാണ് തിയറി സെറ്റിൽ വില്യം പറയുന്നത്. മെയിൻ ആയിട്ട് എന്താണ്? ഹൈ എംപ്ലോയി പാർട്ടിസിപ്പേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ദെൻ ലോങ് ടേം എംപ്ലോയ്മെന്റ്, collaborative decision making, and give more importance to physical, emotional and social well-being of the employees. Okay. Then question number 13. Which one of the following is the most popular method for estimating the cost of equity? ഇതിലെ കോസ്റ്റ് ഓഫ് ഈക്വിറ്റി എസ്റ്റിമേറ്റ് ചെയ്യാവുന്ന അല്ലെ കണ്ടെത്താവുന്ന എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട് അതിൽ. അത് ഏതാണ്? മോസ്റ്റ് പോപ്പുലർ മെത്തേഡ് ആണ്. ഏതാണ്? ഡിവിഡൻഡ് yield മെത്തേഡ്, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ, ഗോർഡൻസ് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ, ഏർണിംഗ്സ് yield മോഡൽ. ഏതാണ്? ഓപ്ഷൻ ബി, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണാനായിട്ടുള്ള ഒരു മെത്തേഡാണ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ. രണ്ടാമത്തെ മോഡലാണ് ഡിവിഡൻഡ് ക്യാപിറ്റലൈസേഷൻ മോഡൽ. ഡിവിഡൻഡ് ക്യാപിറ്റലൈസേഷൻ മോഡൽ കേട്ടിട്ടുണ്ടാവും.
ഇതാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കണക്കാക്കാൻ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ടുള്ള രണ്ട് മെത്തേഡുകൾ, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡലും ഡിവിഡൻഡ് ക്യാപിറ്റലൈസേഷൻ മോഡലും. ഓക്കെ, എന്താ ഇങ്ങനെ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡല് എന്താണ്, അതിന് മെയിൻ ആയിട്ട് എന്താണ് ഇങ്ങനെ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡലിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ പ്ലസ് ബീറ്റ ഇൻടു മാർക്കറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ മൈനസ് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ. ഷോർട്ടാക്കി എഴുതാൻ സ്ഥലമുണ്ടാവില്ല, അതുകൊണ്ടാണ്. ഇതാണ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡലിലെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കണ്ടെത്താനായിട്ടുള്ള ഇക്വേഷൻ. റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ പ്ലസ് ബീറ്റ ഇൻടു മാർക്കറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ മൈനസ് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ. ഓക്കെ, അപ്പൊ എന്താണ് മറ്റ് മെത്തേഡുകൾ? ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഡിവിഡൻഡ് യീൽഡ് മെത്തേഡ്. എന്താ ഡിവിഡൻഡ് യീൽഡ് മെത്തേഡ്? ആ പേരിൽ തന്നെയുണ്ട്. എന്താണ് ആനുവൽ, അതെ, ഡിവിഡൻഡ്. ഇങ്ങനെ കണ്ടുപിടിക്കുക ഡിവിഡൻഡ് യീൽഡ് മെത്തേഡ്. ആനുവൽ ഡിവിഡൻഡ് കേട്ടിട്ടുണ്ടാവും. ഡിവിഡൻഡ് എന്താ? ഡിവിഡൻഡ് യീൽഡ് ആ പേരിൽ തന്നെയുണ്ട്. എന്തായിരിക്കും? അതൊരു ഫിനാൻഷ്യൽ എന്താണ് റേഷ്യോ ആണ് ഡിവിഡൻഡ് യീൽഡ് മെത്തേഡ്. അതിൽ എന്താണ് നമ്മൾ പറയുന്നത്? ഹൗ മച്ച് എ കമ്പനി പേസ് ഔട്ട് ഇൻ ഡിവിഡൻസ് ഈച്ച് ഇയർ റിലേറ്റീവ് ടു ഇറ്റ്സ് സ്റ്റോക്ക് പ്രൈസ്. ഇതാണ് ഡിവിഡൻഡ് യീൽഡ് മെത്തേഡിൽ പറയുന്നത്. അപ്പൊ ഇങ്ങനെ കണ്ടുപിടിക്കുക, ആനുവൽ ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ ഇങ്ങനെ ചെയ്യാം പ്രൈസ് പെർ ഷെയർ. ഇതാണ് ഡിവിഡൻഡ് യീൽഡ് മെത്തേഡിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡലിൽ നമ്മൾ പറഞ്ഞു എന്താണ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ്. അതും ഒരു ഫിനാൻഷ്യൽ മോഡലാണ്. ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി മെഷർ ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡാണ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസ് മോഡല്. അവിടെ മെയിൻ ആയിട്ട് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എന്താണ്? എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. ഒരു അസറ്റുമയോ ഒരു ഇൻവെസ്റ്റ്മെന്റുമയോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താണ്? എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ എ പെർട്ടിക്കുലർ അസറ്റ് ഓർ ഇൻവെസ്റ്റ്മെന്റ്. അതാണ് അവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷെ അപ്പൊ അവിടെ ഒരു രണ്ട് കാര്യങ്ങൾ മെയിൻ ആയിട്ട് നോക്കും, റിസ്ക് ആൻഡ് ടൈം വാല്യൂ ഓഫ് മണി. അതാണ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ. ഇനി എന്താണ് ഗോർഡൻസ് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ? ഗോർഡൻസ് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് അതും ഇതേപോലെ തന്നെ എന്താണ് അവിടെ അസ്യൂം ചെയ്യുന്നത്? ഗോർഡൻസ് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡലിലെ അസ്യൂംസ് കമ്പനീസ് ഫെയർ സ്റ്റോക്ക് പ്രൈസ്. ക്ലിയർ? അപ്പൊ അത് നോക്കാനായിട്ടാണ് ഗോർഡൻസ് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ ഉപയോഗിക്കുന്നത്. അപ്പൊ അവിടെ എന്താ പ്രത്യേകത? പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ഡിവിഡൻഡ് നമ്മൾ നോക്കും. അതായത് പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ഡിവിഡൻഡ് പേയ്മെന്റ്സ് നോക്കിയിട്ടാണ് ഗോർഡൻ ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡലിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഏർണിംഗ്സ് യീൽഡ് മെത്തേഡ്. ഏർണിംഗ്സ് പെർ ഷെയറിനെ ഫിനാൻഷ്യൽ ഇയർ, എക്സ്പെക്റ്റഡ് ഏർണിംഗ്സിനെ ഫിനാൻഷ്യൽ ഇയർ. ഒരു ഫിനാൻഷ്യൽ പീരീഡിൽ നമ്മൾ എത്രയാണോ ഒരു ഏർണിംഗ്സ് പെർ ഷെയർ അല്ലെങ്കിൽ എന്താണ് ഏർണിംഗ്സ് പെർ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, ഏർണിംഗ്സ് പെർ ഷെയർ അല്ലെ, ഡിവൈഡഡ് ബൈ കറന്റ് ഷെയർ പ്രൈസ്. ഓക്കെ, ഇതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞൊന്ന് മാത്രം ഓർത്തിരിക്കുക. Then അടുത്ത ക്വസ്റ്റ്യൻ, which of the following are methods of on the job training? നമ്മൾ പഠിച്ചു രണ്ട് ടൈപ്പ് ഓഫ് ട്രെയിനിങ് മെത്തേഡ്സ് ഉണ്ട്, ഓൺ ദ ജോബ് ആൻഡ് ഓഫ് ദി ജോബ്. ഓൺ ദി ജോബ് എന്ന് പറയുമ്പോൾ എന്താണ്? ലേണിംഗ് ബൈ ഡൂയിങ് അല്ലെ. ഓഫ് ദി ജോബ് മീൻസ് ദർ ഇസ് എ സെപ്പറേറ്റ് പ്ലേസ് ടു ലേൺ സംതിങ്, ആഫ്റ്റർ ദാറ്റ് ദാറ്റ് ക്യാൻ ഡു ദ വർക്ക്. സോ ഇതില് ഏതൊക്കെ മെത്തേഡുകളാണ് ഓൺ ദ ജോബ് ട്രെയിനിങ്? ഒന്നാമത്തെ കൊടുത്തിട്ടുണ്ട് കോച്ചിങ്, vestibular training, demonstration, role playing, apprenticeship training. On the job training ഇതിൽ ഏതാണ്? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. എന്താണ്? കോച്ചിങ്, ഡെമോൺസ്ട്രേഷൻ, അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്. ബാക്കി രണ്ടും വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് അതൊക്കെ എന്താണ്? നമ്മൾ ഔട്ട് അല്ലെ, വർക്ക് ചെയ്യുന്നേക്കാൾ മുമ്പ് ഇപ്പൊ ഒരു മെഷീൻ ആണെങ്കിൽ മെഷീൻ എങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്നുള്ളതൊക്കെ മെഷീനിൽ ട്രെയിനിങ് കൊടുത്തതിന് ശേഷം, മെക്കാനിക് അങ്ങനത്തെയൊക്കെയാണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. റോൾ പ്ലേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ആ ഒരു കാര്യം ആദ്യം ഒരു റോൾ പ്ലേ ചെയ്തിട്ട് അതൊരു സിമുലേഷൻ ഉണ്ടാക്കിയിട്ട് അതിലാണ് പിന്നെ പഠിച്ചിട്ടാണ് ആക്ച്വലി ചെയ്യാൻ പോകുന്നത്.
അപ്പൊ ഇത് രണ്ടും ഓഫ് ദി ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് ആണ്. ഓൺ ദി ജോബ് എന്ന് പറയുന്നതാണ് ഇതിന് ഇത് പറയുന്നത് കോച്ചിങ് അല്ലെ, കോച്ചിങ് കൊടുക്കുക, കോച്ചിങ് കൊടുത്തുകൊണ്ട് ചെയ്യുക. അപ്രന്റീസ്ഷിപ്പ് നമുക്കറിയാലോ, അപ്രന്റീസ് ആയിട്ട് നിയമിക്കുക. അതായത് ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ അത് ഏറ്റവും കൂടുതൽ ഇലക്ട്രീഷ്യൻ, പ്ലംബേഴ്സ് അങ്ങനെയൊക്കെ ആകുമ്പോൾ ആ വർക്കിന്റെ കൂടെ നിന്ന് പഠിച്ച് മനസ്സിലാക്കിയെടുക്കുക. അപ്പൊ അതാണ് ഓൺ ദി ജോബ് ട്രെയിനിങ്. ക്ലിയർ? Then last question. What are 15th question. Difference between a sample statistic and its corresponding population parameter is known as. എന്താണ് നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ് സാമ്പിളിംഗ് എറർ അല്ലെ. ഓപ്ഷൻ എ ആണ് സാമ്പിളിംഗ് എറർ ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ എ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇറ്റ്സ് കറന്റ് അല്ലെ, ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നതാണ് എന്താ സാമ്പിളിംഗ് എറർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് കവറേജ് എറർ? എന്താണ് കവറേജ് എറർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എവിടെയാണ് കവറേജ് എറർ കൂടുതൽ വരുന്നത്? സർവേ സാമ്പിളിംഗിലാണ് കവറേജ് എറർ വരുന്നത്. എന്താണ് കവറേജ് എറർ എന്ന് പറയുന്നത്? ഡിഫറൻസ് ബിറ്റ്വീൻ, അല്ല ചിലർക്ക് അറിയാത്തവരുണ്ടാവും, എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ ടാർഗറ്റ് പോപ്പുലേഷൻ and the sample frame. That is coverage error. ഉണ്ടാവാലോ, there is a chances of difference between നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് പോപ്പുലേഷൻ ആൻഡ് ദി സാമ്പിൾ ഫ്രെയിം, അതിൽ വ്യത്യാസങ്ങൾ വരുന്നത്. അപ്പൊ എന്താണ് മെഷർമെന്റ് എറർ? നമുക്കറിയാം അല്ലെ, മെഷർ ചെയ്യുമ്പോൾ വരുന്ന എറേഴ്സുകൾ. ഇപ്പൊ നമ്മള് മെഷർ ചെയ്യും, പക്ഷെ ട്രൂ വാല്യൂവിൽ നിന്നും വരുന്ന ഡിഫറൻസ്, ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ ആൻഡ് ദി മെഷേർഡ് വൺ. നമ്മളിപ്പോ ഒരാളുടെ ഹൈറ്റ് അല്ലെങ്കിൽ ഊഹിച്ച് മെഷർ ചെയ്യും, അല്ലെങ്കിൽ അതൊക്കെ അതിൽ വരുന്ന ട്രൂ വാല്യൂവിൽ വരുന്ന ഡിഫറൻസ്. ദെൻ നോൺ റെസ്പോൺസ് എറർ. നോൺ റെസ്പോൺസ് എറർ എന്ന് പറയുന്നത് എന്താണ്? ഒരു റെസ്പോൺസ് അല്ലെ, നമുക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു ഇന്റർവ്യൂ ചെയ്തു, ഒരു ആസ് എ പാർട്ട് ഓഫ് റിസർച്ച് ഭാഗമായിട്ട് നമ്മൾ ഇന്റർവ്യൂ ചെയ്യാണ്, ഒരു ഗ്രാജുവേറ്റിനെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നതെങ്കിൽ നമ്മളൊരു എക്സ്പെക്ട് ചെയ്യും അവര് ഇത്രയും നല്ല റെസ്പോൺസ് കിട്ടുമെന്നുള്ളത്. പക്ഷെ ആ ഒരു ബേസിലാണ് നമ്മൾ ആ വ്യക്തിനെ ഒരു ഗ്രാജുവേറ്റിനെ എടുത്തത്. ബട്ട് അതിൽ നിന്നുള്ള ഒരു സ്റ്റാൻഡേർഡ് റെസ്പോൺസ് നമുക്ക് കിട്ടാതെ വരുമ്പോൾ, നമ്മൾ ഉദ്ദേശിച്ച ഒരു റിസൾട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ദാറ്റ് വിൽ ലീഡ് ടു നോൺ റെസ്പോൺസ് എറർ അല്ല. നമ്മൾ പല കാര്യങ്ങളും ഇപ്പൊ ഞാൻ മുൻപ് പറഞ്ഞതാണ്, അതൊക്കെ പല കാര്യങ്ങളും നമ്മൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ അവർ തെറ്റായ രീതിയിൽ റെസ്പോണ്ട് ചെയ്യുമ്പോൾ അതൊരു റെസ്പോൺസ് നോൺ റെസ്പോൺസ് എററാണ്. പ്രോപ്പർ ആയിട്ടൊരു റെസ്പോൺസ് നമുക്ക് കിട്ടുന്നില്ല. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നുകൂടി